ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഓണവിഭവമാണ് റെഡിയാക്കുന്നത്. പൂവടയാണ് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് കാലത്തെ ആളുകൾ തൃക്കാരപ്പിന് നേദിക്കാനായിട്ട് വീടുകളിൽ ഉണ്ടാക്കിയിരുന്നതാണ്. അടയുണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചതിലോട്ട് 2 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഈ അട ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. മാവിൽ ഉപ്പ് നന്നായി പിടിച്ചു വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഡോവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിനായിട്ട് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് കുറച്ച് മാറ്റം വരാം. ഞാനിതിലോട്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ച് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതൊന്നും കൂടെ ഒന്ന് നന്നായി സെറ്റായി വരും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറി വരുന്നവരെ നമുക്ക് ഇതുപോലെ തുറന്ന് വയ്ക്കാം. ഇപ്പോൾ പൊടി ഒന്നുകൂടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പൊടി കുറച്ച് ലൂസായിരിക്കുന്നതുകൊണ്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ അടയ്ക്കുള്ള ഡോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അടയായിട്ടൊന്ന് ഇലയിൽ പരത്തിയെടുക്കണം. ഇതിലോട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ അടയായിട്ട് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ ഓരോ ബോൾസ് എടുത്ത് ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഈ അടയിൽ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് എൻ്റെ ചെറുപ്പത്തിൽ അമ്മൂമ്മ തൃക്കാരപ്പിനെ നേദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് പഞ്ചസാരയൊന്നും ചേർക്കാതെ തേങ്ങ മാത്രം വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാറ്. നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഒരു അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അട ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലൊരു സൈഡിൽ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങ അടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ അട ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാലൻസുള്ള അടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. സൈഡ്സെല്ലാം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് അട ചുട്ടെടുക്കണം. നമ്മളിത് പുഴുങ്ങിയെടുക്കാതെ ചുട്ട് തന്നെ എടുക്കണം. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ചതിലോട്ട് 3 അടയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ അടയായതുകൊണ്ട് 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഇനി 3 നന്നായി തന്നെ ഇലയുടെ കളറൊന്ന് മാറി വരുന്നവരൊന്നും അടിഭാഗം മൊരിഞ്ഞ് വരണം. അതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 3 അടയും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇല മാവിൽ നിന്ന് ഒന്ന് വിട്ട് വരണം. ആ സമയത്ത് നല്ല കറക്റ്റായിട്ട് അത് കുക്കായി വന്നിട്ടുണ്ടാവും. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് അടയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ 3 അടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ അട നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇലയെല്ലാം നന്നായി തന്നെ മാവിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 3 അടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാലൻസുള്ള അടയും ഇനി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ എൻ്റെ ചാനലിൽ 75-ൽ കൂടുതൽ ഓൺ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനായിട്ടും കൊടുക്കാം. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം. വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാ അടയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ അട മധുരമൊന്നും വെച്ചിട്ടില്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.